ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റു. അന്ന് നല്ല മടിയുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഏട്ടൻ പറഞ്ഞു മെല്ലെ എണീറ്റാൽ മതി, ഫുഡൊക്കെ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാമെന്നുള്ളത്. അങ്ങനെ ഇതാ രാവിലെ ഞാൻ എണീക്കണതിൻ്റെ മുന്നേ തന്നെ ഏട്ടൻ പോയിട്ട് ഇതാ ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭൂരിയാണ് കേട്ടോ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഭൂരിയൊക്കെ ഞാനിവിടെ ഇച്ചുകൂട്ടനൊരു പ്ലേറ്റിലാക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഓർമ്മ ഇച്ചുകൂട്ടൻ പല്ല് തേച്ചിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ വേഗത പല്ല് തേക്കാൻ വേണ്ടിയിട്ട് പോന്നു. പല്ലൊക്കെ തേക്കൽ കഴിഞ്ഞിട്ട് ഇതാ ഇച്ചുകൂട്ടന് ഞാൻ പൂരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വികൃതി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് അച്ഛനും മകനും കൂടി ഒരു കറക്കമൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ വന്നപ്പോൾ അതാ കയ്യിലുണ്ടായിരുന്ന ഐറ്റംസാണ് കേട്ടോ ഇത്. ഒരുപാട് മിഠായികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എത്ര വാങ്ങി കൊടുക്കണ്ട പറഞ്ഞാലും മോൻ എന്ത് ചൂണ്ടിക്കാണിക്കണോ അതൊക്കെ അച്ഛൻ വാങ്ങിക്കൊണ്ടുവരും കേട്ടോ. എന്നിട്ട് ഇത് അച്ഛന് അമ്മയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് എടുത്ത് കാണിച്ചു തരികയാണ് കേട്ടോ. എനിക്ക് കിക്കറ്റും ഏട്ടന് സ്നിക്കേഴ്സാണ് കേട്ടോ എടുത്ത് കൊടുക്കുന്നത്. എന്തുണ്ടെങ്കിലും ഷെയർ ചെയ്യും കേട്ടോ ഇച്ചുകുട്ടൻ. അങ്ങനെ ഏട്ടന് ഇതാ മിഠായി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏട്ടൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ കുട്ടിക്ക് സമ്മതിക്കണില്ല. ഏട്ടനെ അവിടെ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏട്ടനെ അവിടെ ചായ വെക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഇതാ ഏട്ടന് കൊണ്ടുകൊടുത്തപ്പോൾ ഏട്ടൻ വേണ്ടാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവ സമ്മതിക്കണില്ല. അപ്പോൾ വേഗം അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. എന്നിട്ട് ഇപ്പുറത്ത് കൂടെ വന്നിട്ട് എനിക്ക് തന്നെ തന്നു കേട്ടോ. അങ്ങനെ അതാ ഏട്ടൻ്റെ അടുത്ത് ശൃംഗരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇച്ചുകുട്ടൻ. അപ്പോൾ ഏട്ടനത് എൻ്റെ കയ്യിൽ നിന്ന് മിഠായി വാങ്ങിയിട്ട് ഇച്ചുകുട്ടനെ കൊടുക്കുകയാണ് കേട്ടോ. അവന് നല്ല ഇഷ്ടമായി അത്. അങ്ങനെ അതാ ഇച്ചുകുട്ടൻ മിഠായിയൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് പോയി. പിന്നെ ഏട്ടൻ ഇതാ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്പെഷ്യലായിട്ട് എന്തോ ചായ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ. എന്തൊക്കെ ഏലക്കായൊക്കെ ഇട്ടിട്ടാണ്. പിന്നെ തലേ ദിവസം ചപ്പാത്തിക്ക് മേടിച്ച മുട്ടക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചൂടാക്കി ഇതാ പുതിനയും തുളസിയും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചായ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇച്ചുകുട്ടൻ തെറ്റി വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇത് ഏട്ടൻ്റെ അടുത്ത് എന്തോ പറഞ്ഞ് തെറ്റി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ മെല്ലെ വീഡിയോ ഓണാക്കി വന്നതാണ് കേട്ടോ. വീഡിയോ കണ്ടപ്പോൾ ആൾക്ക് ചിരി വന്നു. ചായ വേണോ? എന്ത് ചായ വേണ്ടത്? തിളച്ചതോ? എന്നാ തിളച്ചത് കൊടുക്ക്. തിളച്ച ചായ വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇച്ചുകുട്ടൻ വാശി പിടിക്കണത്. അവൻ ഒരു വിധത്തിലുള്ള ചൂടൊക്കെ അവൻ കുടിക്കും. അങ്ങനെ തിളച്ച ചായ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ വാശി പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏട്ടതാ ഒരു വിധത്തിൽ ചൂടൊക്കെ ആറ്റി ഞങ്ങളും ഇതാ ഒരുമിച്ച് കട്ടയ്ക്ക് നിന്നിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ കുപ്പിയിൽ ഇതാ വെള്ളമൊക്കെ നിറച്ച് വെച്ചു. പിന്നെ കുറച്ച് മന്തി ഇരിക്കുന്നുണ്ടായിരുന്നു. അതും ചെറുതായിട്ടൊന്ന് ചൂടാക്കി കേട്ടോ. എന്നിട്ട് രാവിലത്തെ ഫുഡ് കഴിക്കൽ അങ്ങനെ കഴിഞ്ഞു കേട്ടോ.